പാലാ മുനിസിപ്പാലിറ്റി പരിമലക്കുന്ന് 1-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വേനൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ആഴ്ചയിലൊരിക്കൽ മാത്രമാണ് വെള്ളം എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ 100-400 വീടുള്ള ഒരു ഏരിയ ആണ്. കുറേ ആയിട്ട് വെള്ളമൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇന്ന് 4-5 ദിവസമായി വെള്ളമൊക്കെ കിട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറും പൈപ്പും ഒക്കെ ഉണ്ട്, പക്ഷേ വെള്ളം എത്തുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഒത്തിരി ഇവരോടും പഞ്ചായത്ത് മെമ്പറോടും പ്രസിഡന്റോടൊക്കെ പറഞ്ഞിട്ടൊന്നും അവരൊന്നും എത്തിച്ച് നമുക്ക് തരുന്നില്ല. ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല. ഇനി വഴിയായി ഉണ്ട്, ഏത് വാതിലേക്കും കയറി വരാൻ ലൈറ്റുണ്ട്, വെട്ടമുണ്ട്, വഴിയുണ്ട്, നനയാതെ കിടക്കാൻ ഒരു കൂരയുണ്ട്, അത് മതി. ഞങ്ങൾ കുടിവെള്ളമാണ്. എത്ര വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത്. 4 കുഴൽക്കിണർ കുത്തി 4 ഞങ്ങൾ പിരിവും കൊടുത്താൽ ഞങ്ങൾ മേടിക്കാൻ ചെയ്തതാണ്. 2 ഇവിടെ കുഴൽ കുത്തുമ്പം കൊച്ചുവരക്കൻ്റെ കുഴൽക്കിണർ കുത്തുന്നു. അപ്പോൾ ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് പോയെന്നാണ് പറയും. അപ്പോൾ അതിന് അപ്പുറത്ത് കുഴൽ കുത്തുമ്പോൾ ആ വെള്ളം അവിടെ നിന്നും പോകും. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ 4 കുഴൽക്കിണർ കുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വരെ കുടിവെള്ളമില്ല. കുടിവെള്ളം കിട്ടിയേ പറ്റുള്ളൂ. ഇത്രയും വീട്ടിൽ അവിടെ താമസിക്കുന്ന നടക്കാൻ പറ്റുന്നവരുണ്ട്, പറ്റിയല്ലാത്തവരുണ്ട്, രോഗമില്ലാത്തവരുണ്ട്. അടുത്ത് കിടക്കുന്ന ആരെങ്കിലും പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊടുക്കാവോ വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങളുടെ മര്യാദയ്ക്ക് ഞങ്ങൾ കൊടുക്കും. അങ്ങനെ കഴിയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കുടിവെള്ളം ഇല്ല, ഇന്ന് വരെ കിട്ടിയിട്ടില്ല. 4 കുഴൽക്കിണർ കുത്തി ഞങ്ങളുടെ പിരിവും മേടിച്ചതാണ്. 73 വീടുള്ള ഒരു കോളനി പ്രദേശമാണിത്. ഇവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഇവിടെ വെള്ളം കിട്ടുന്നത്. ഇപ്പോൾ അതിനുള്ള ഒരു നടപടി സ്വീകരിച്ച് ഞങ്ങൾക്ക് കുടിവെള്ള പദ്ധതി എത്തിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. 72ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ വെള്ളം കിട്ടാനില്ലെന്നാണ് പ്രധാന പരാതി. പണ്ടുകാലം മുതലുള്ള പൊതുകിണർ ഉപയോഗശൂന്യമായ നിലയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു.